പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി കയ്യും മെയ്യും മറന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, അണിചേരുക. പാർട്ടി UDF പറയുന്ന അതത് സമയത്ത് അറിയിക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. മുസ്ലിം ലീഗിലെ പ്രിയപ്പെട്ട നേതാവ് സലാമാഷെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, സുദീർഘമായി സംസാരിക്കേണ്ട സമയമല്ല. ഒറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അധികാരത്തിന്റെ ഒരു ധാർഷ്ട്യമില്ലാതെ, പണത്തിന്റെ കൊഴുപ്പില്ലാതെ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ ഞങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ എൻട്രി മാസാക്കി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെ അഭിനന്ദിക്കാൻ മാത്രം ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മറന്ന് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തൃത്താലയാക്കിയ VT ബൽറാമിനെ ഈ ജനം രണ്ട് കൈ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കൂറ്റനാട് അങ്ങാടിയിലൂടെ നാം കണ്ടു കഴിഞ്ഞത്. CITU-കാരൻ വരെ താങ്കൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന രൂപത്തിലാണ് കൈകൊടുത്ത് സ്വീകരിക്കുന്നത്. ഇത് തൃത്താല ജനങ്ങളുടെ മനസ്സാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി VT ബൽറാമിനെ പ്രിയപ്പെട്ട ബാലേന്ദ്രമാർ ഷാൾ അണിയിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി VT ബൽറാം നമ്മളോട് സംസാരിക്കുന്നതാണ്. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ തൃത്താലയുടെ നായകനെ, തൃത്താലയുടെ ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറെ സ്നേഹം നിറഞ്ഞ എന്റെ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഈ കൂറ്റനാട്ടെ തൃത്താലയിലെ ഏറെ പ്രിയപ്പെട്ട സഹോദര തുല്യരായിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം, അഭിവാദ്യങ്ങൾ. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി നിങ്ങൾ നൽകുന്ന പിന്തുണയാണ്, നിങ്ങളുടെ സ്നേഹമാണ് ഓരോ ചുവടിലും എനിക്ക് ഊർജമായി മാറിയിട്ടുള്ളത്. 10 വർഷം നിങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യം നിങ്ങൾ എനിക്ക് നൽകി. ആ 10 വർഷം മാത്രമല്ല, അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 5 വർഷവും നിരന്തരം നിങ്ങളുടെ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവും അനുഗ്രഹാശിസ്സുകളും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം തിരിച്ചറിയുകയാണ്. ഇനി നമ്മെ സംബന്ധിച്ച് പോരാട്ടത്തിന്റെ ദിവസങ്ങളാണ്. ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് ജാതിമത ഭേദമന്യേ ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ തൃത്താലക്കാരും ഇന്ന് അണിനിരക്കുന്നത് എന്നുള്ളതാണ് ഈ കൂറ്റനാട് പട്ടണം അല്പം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ഇതൊരു UDF-ന്റെ തുടക്കമായി ഈ നാട് ഏറ്റെടുത്തിരിക്കുന്നു. ഈ കൈപ്പത്തി ചിഹ്നത്തെ ഇന്നിതാ ഈ നാട് നെഞ്ചോട് ചേർക്കുന്നു എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഈ വലിയ ജനസഞ്ചയം ഇവിടെ ചുരുങ്ങിയ സമയത്തെ നോട്ടീസിനുള്ളിൽ എത്തിച്ചേർന്നുവെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുപ്പ് ഏത് ദിശയിലാണ് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടമാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. തൊട്ടതിനൊക്കെ വിലക്കയറ്റം സൃഷ്ടിച്ച് വിദ്യുച്ഛിച്ചാലും വെള്ളക്കരവും വർദ്ധിപ്പിച്ച്, വീട്ടുനികുതി വർദ്ധിപ്പിച്ച്, ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ച്, വസ്തുനികുതി വർദ്ധിപ്പിച്ച്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് എങ്ങനെയൊക്കെയാണോ ഒരു നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ സാധിക്കുക, എങ്ങനെ കൊണ്ട് സെസ് പിരിച്ചുകൊണ്ട് സാധാരണക്കാരെ
കൊള്ളയടിക്കാൻ എങ്ങനെയൊക്കെയാണോ സാധിക്കുക, ആ നിലയിൽ ചിന്തിച്ച ഒരു ഭരണകൂടം ഇതാ ഈ കേരളത്തിൽ പടിയിറങ്ങുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം കാഴ്ചവെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 5 വർഷവും പോരാട്ടത്തിന്റെ പാതയിലായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെ, പോരാട്ടങ്ങളെ ഈ നാട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തൃക്കാക്കരയിലെ വലിയ വിജയം നേടിയെടുത്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് പുതുപ്പള്ളിയിലും പാലക്കാട്ടും നിലമ്പൂരിലും അടക്കം വൻ വിജയം നമ്മൾ കൊയ്തത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റിൽ 19 സീറ്റിലും ഇന്ന് കേരളം ഭരിക്കുന്ന ആളുകളെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്ത ഏത് ദിശയിലാണ് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഏറ്റവും ഒടുവിലിതാ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള UDFന്റെ ഒരു തരംഗം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചുവെങ്കിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കേരളത്തിലെ 6 കോർപ്പറേഷനിൽ 5ലും UDFന്റെ ഭരണം, 4ലും UDFന്റെ ഭരണം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു നേർസൂചനയായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തുടർച്ചയാണ് വരാനിരിക്കുന്നത്. ഈ ജനവിരുദ്ധ ഭരണകൂടത്തിന് ഇനി അധികാരത്തിൽ ഏതാണ്ട് 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഇന്ന് തൊട്ട് ഓരോ ദിവസവും നാളുകൾ എണ്ണിക്കൊണ്ട് ഈ കേരളം ആ അന്തിമ വിധിയെഴുത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുതന്നെയാണ് തൃത്താലയിലും നമുക്ക് ആവർത്തിക്കാനുള്ളത്. ഞാനിതാ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ നാടിന് വാക്ക് തരുന്നു. 100 സീറ്റിൽ കുറയാത്ത ഭൂരിപക്ഷവുമായി അടുത്ത UDFന്റെ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുമ്പോ അതിൽ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ തൃത്താലയ്ക്ക് ഒരു ജനപ്രതിനിധി ഉണ്ടാകും, UDFന്റെ ഒരു ജനപ്രതിനിധി ഈ തൃത്താലയിൽ നിന്ന് വീണ്ടും ഉണ്ടാകും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ ഇന്നേ തൊട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് വലിയ ഒരു നന്ദിയുണ്ട്. കാരണം ഇത്രയധികം മുന്നൊരുക്കത്തോടുകൂടി, ഇത്രയധികം യോജിപ്പോടുകൂടി, ഇത്രയധികം ഹൃദയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഐക്യത്തോടുകൂടി ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടില്ല. അല്പം മുമ്പ് ബാലേന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ ഔപചാരിക പ്രഖ്യാപനം വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പല്ല, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് നൽകുന്ന അംഗീകാരം. വലിയ ഒരു നന്ദി മുന്നോട്ട് വെക്കാനുള്ള അവസരം എന്നതിനപ്പുറം ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയായിട്ട് ഞാൻ തിരിച്ചറിയാണ്. ഞാനിതാ നിങ്ങൾക്ക് വീണ്ടും വാക്ക് തരുന്നു, ഈ തൃത്താല നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി നമ്മൾ തിരിച്ചെടുക്കും, നമ്മൾ വീണ്ടെടുക്കും. തൃത്താലയുടെ വികസന കാലത്തിലേക്ക് നമുക്ക് ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. 5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം പട്ടാമ്പി താലൂക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയുടെ കാലഘട്ടത്തിലാണ് എങ്കിൽ 4 പതിറ്റാണ്ടിന്റെ സ്വപ്നമായ തൃത്താലയിലെ കോളേജ് 1 അല്ല 2 നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ, കേരളത്തിൽ ആദ്യത്തെ CHC തലത്തിലെ ഡയാലിസിസ് സെന്റർ നമ്മുടെ ചാലിശ്ശേരിയിൽ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ, കേരളത്തിൽ 5 ഇടങ്ങളിൽ മാത്രം ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് പോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പുതിയ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കാൻ നമുക്ക് സാധിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ, കൗശൽ കേന്ദ്ര പോലെയുള്ള കേന്ദ്രങ്ങൾ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ, ആനക്കരയ്ക്കും പട്ടിത്തറയ്ക്കും കപ്പൂരിനും വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി നിങ്ങൾ എനിക്ക് നൽകിയ ആ വലിയ ജനാംഗീകാരത്തിന്റെ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ആ വികസനത്തിന്റെ നല്ല കാലത്തിലേക്ക് നമുക്ക് ഈ തൃത്താലയെ വീണ്ടും തിരിച്ചു നടത്താൻ, അതിൽ നിന്ന് റേഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പല പദ്ധതികളും ഇന്ന് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ കാലത്ത് അംഗീകാരം ലഭിച്ച കരിയന്നൂരിലെയും സുശീലപ്പടിയിലെയും റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്ക് പകരം ഇന്ന് സുശീലപ്പടിയിൽ മാത്രം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള തീരുമാനവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പോലും ടെൻഡറും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതിന് മുൻപ് നിർമ്മാണ ഉദ്ഘാടനം എന്ന നോട്ടീസ് അടിച്ചുകൊണ്ട് അവസാനം അത് നടത്താൻ കഴിയാതെ നിർമ്മാണ പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം കല്ലടിച്ച് കൊത്തിവെച്ചുകൊണ്ട് നടത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, ആ നാണക്കേടിലേക്ക് ഈ നാടിനെ തള്ളിവിട്ടവർ ആരാണെങ്കിലും അടുത്ത ജനവിധി അവർക്കെതിരെ കൂടിയുള്ളതായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. 130 കോടി രൂപയ്ക്ക് നമ്മൾ അംഗീകാരം നേടിയ റോഡ് 2021 എങ്ങനെയായിരുന്നോ ചുറ്റിപ്പുറത്ത് തുടങ്ങി കുമ്പിടിയിൽ തൃത്താല പട്ടാമ്പി വരെയുള്ള ആ റോഡ് ഇന്നും അതേ അവസ്ഥയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ ആ അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ നാളുകളാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ
ഈ കുട്ടനാട് തന്നെ നൂറുകണക്കായിട്ടുള്ള സാധാരണക്കാർ അണിചേർന്നു. ഈ നാട്ടിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ പ്രതിനിധികളാണവർ. സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള നെല്ല് സർക്കാർ അളന്നെടുത്ത് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോയാൽ പൈസ തരുന്നില്ല. മാസങ്ങളും ആഴ്ചകളും കാത്തിരിക്കേണ്ടി വരുന്നു. സ്വന്തം ഉൽപ്പന്നം സർക്കാരിന് സമ്മാനിച്ചിട്ട് സ്വയം കടക്കാരായി ബാങ്കുകൾക്ക് മുമ്പിൽ നിറകണ്ണീരോടുകൂടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട നെൽകർഷകൻ, അവരുടെ ആത്മാഭിമാനത്തിനൊരു വിലയുണ്ട് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പാലക്കാട് ജില്ലയിൽ ആ വലിയ ചരിത്ര വിജയം നേടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പാലക്കാട് ജില്ലയിൽ നേരത്തെ ബാലേന്ദ്രൻ മാഷ് DCC പ്രസിഡന്റ് ആവുന്ന സമയത്ത് 5 സീറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചപ്പോഴാണ്, തൃത്താലയുടെ ഈ സീറ്റടക്കം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചപ്പോഴാണ് UDFന്റെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായത് ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഈ 2026 ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി കേരളം എല്ലാം മറന്ന് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്തുണ നൽകാൻ ഈ തൃത്താലയുണ്ടാവും, ഈ പാലക്കാട് ജില്ലയുണ്ടാകും. അത് ഉറപ്പുവരുത്തുക എന്നുള്ള നിലയിലുള്ള വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഏപ്രിൽ മാസം 9-ാം തീയതി അവസാനത്തെ വോട്ടും പോളിംഗ് ബൂത്തിലെത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ, ആ ക്യൂവിൽ നിൽക്കുന്ന അവസാനത്തെ വോട്ടറും തന്റെ വിലയേറിയ സമ്മതിദാനാവകാശം ക്രിയാത്മകമായി വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്രമമില്ല. നമ്മുടെ പോരാട്ടം മുന്നോട്ട് പോകുക തന്നെയും നമ്മുടെ പോരാട്ടം ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ഈ കൈപ്പത്തിയുടെ ചിഹ്നത്തിൽ തൃത്താലയുടെ ഹൃദയാംഗീകാരം പതിച്ചുകൊണ്ട് ഈ തൃത്താലയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കൂട്ടായ പോരാട്ടത്തിൽ എന്നെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിർത്താൻ കാണിച്ച ആ സന്മനസ്സേനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ അനിവാര്യമായ വിജയത്തിലേക്ക് ഉറച്ച ചുവടുവെപ്പുള്ളതായി നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. നമുക്ക് വീണ്ടും സംസാരിക്കാം, വീണ്ടും ഈ നാടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണാം, നമുക്ക് ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നന്മയുടെ തിരിച്ചുവരവും ഈ നാടിന്റെ വീണ്ടെടുപ്പും യാഥാർത്ഥ്യമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ ഈ നാട് തയ്യാറാകണം എന്നുള്ള എളിയ അഭ്യർത്ഥനയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി വീണ്ടും പാർട്ടിയും മുന്നണിയും നിയോഗിച്ചിരിക്കുന്ന എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം നൽകണമേ എന്നും നിങ്ങളുടെ വീട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുഴുവൻ വോട്ടുകളും നൽകി നല്ല ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമേ എന്നും വിനയപുരസ്സരം എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വീട്ടുകാരോടും എല്ലാവരോടും പറയണ്ട, മറക്കില്ലല്ലോ, അവരെല്ലാവരും ഉണ്ടാവണം. മുന്നോട്ട് പോലെ ജയ് ജയ് UDF, ജയ് ജയ് UDF, വീണ്ടെടുക്കും വീണ്ടെടുക്കും തൃത്താല നമ്മൾ വീണ്ടെടുക്കും, UDF വീണ്ടെടുക്കും, കേരളമാകെ UDF, 100 സീറ്റിൽ UDF. താങ്ക് യു.